മെഡിക്കൽ മേഖലയിൽ പോണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ചോര കണ്ടാൽ ഭയങ്കര പേടിയാണ്. ഈ ഒരു കാര്യമായിട്ട് ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാറുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിനെ പറ്റിയ നല്ലൊരു മേഖലയുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ ഫാർമസി റിലേറ്റഡ് കോഴ്സസ്. ഫാർമസി റിലേറ്റഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനകത്തില് മെയിൻ ആയിട്ട് 3 കോഴ്സസ് ഉണ്ട്. ഒന്ന്, ഡിപ്ലോമ ഇൻ ഫാർമസി ഓർ ഡിഫാം 2 വർഷം. അതിനുശേഷം ബാച്ചിലർ ഓഫ് ഫാർമസി 4 വർഷം. അതിനുശേഷം ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷം. 2, 4, 6 ഈ ഒരു പാറ്റേണിൽ പോകും. ഓർത്ത് വെക്കാൻ കുറച്ചൊരു എളുപ്പമാണ്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി 2 വർഷം, 4 വർഷം ബാച്ചിലർ ഓഫ് ഫാർമസി ഓർ ബിഫാം, 6 വർഷം ഡോക്ടർ ഓഫ് ഫാർമസി. ഇങ്ങനെയാണ് അതിന്റെ കേസുകൾ വരുന്നത്. സോ ഇതിനെ ഓരോന്നിനെ പറ്റിയിട്ടും ഇതിന്റെ ജോലി സാധ്യതയും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് +2-ന് സയൻസ് പഠിച്ചവരായിരിക്കും കൂടുതലായിട്ട് ഈ കോഴ്സ് എടുക്കുന്നത്. അല്ല, സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി PCB എല്ലാ മെഡിക്കൽ കോഴ്സിനെ പോലെ തന്നെ PCBയിൽ നമുക്ക് മിനിമം 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. PCBയിൽ 50% മാർക്ക് ഉണ്ട്, നമുക്ക് ബാക്കിയെല്ലാം ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. പിന്നെ ആദ്യം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസിയെ പറ്റി സംസാരിക്കാം. ഡിപ്ലോമ ഇൻ ഫാർമസി 2 വർഷത്തെ കോഴ്സ്. ഇതേപോലെ തന്നെ VHSC പഠിച്ചവർക്കും സയൻസ് പഠിച്ചവർക്കും എടുക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി സാധ്യതയും ഓൾമോസ്റ്റ് ബാക്കിയുള്ളതിനെ പറ്റി സെയിം തന്നെയാണ്. അതായത് ബാച്ചിലർ ഓഫ് ഫാർമസിയുടെ അതേ തന്നെ ജോലി സാധ്യത വരും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സാലറിയിലും അങ്ങനെയുള്ള കുറച്ച് മേഖലയിലുള്ള ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ വരും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് പറയാം. അതേപോലെ ബാച്ചിലർ ഓഫ് ഫാർമസിക്കകത്തിലും കുറെ ഓപ്ഷൻസ് ഉണ്ട് ജോലി സാധ്യതയെ പറ്റി. അതിന്റെ ക്രൈറ്റീരിയം ഈ പറഞ്ഞ പോലെ തന്നെ PCBയുടെ അതേ കേസ് തന്നെയാണ്. സയൻസ് പഠിച്ചവർക്കും ചില കേസിൽ VHSCയിൽ ഈ ഒരു കേസ്, അതായത് ഈ സബ്ജക്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തും പറ്റും. ഡോക്ടർ ഓഫ് ഫാർമസി എന്ന് പറയുമ്പോൾ അത് വേറൊരു തലമാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഡോക്ടർ ലെവലുള്ള കോഴ്സാണ്. അതിന്റെ കൂടുതൽ ജോലി സാധ്യത ഔട്ട്സൈഡ് ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി എന്ന് പറയുമ്പം കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കും. അതായത് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരും. അതിന് വേറെ സെപ്പറേറ്റ് നല്ല ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏത് കോഴ്സിനെ പറ്റി സംസാരിക്കുമ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ താല്പര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷെ ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. അതായത് ഈ കോഴ്സ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് അവസാനിക്കുന്നിടം വരെ, അതായത് 6 വർഷത്തെ ഡോക്ടർ ലെവൽ കോഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കോഴ്സിന് പഠിക്കാൻ നിൽക്കാവൂ. അത് നിങ്ങൾ വളരെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കെമിസ്ട്രിയോട് താല്പര്യം ഇല്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ മോൻ പോയി പഠിച്ച് രക്ഷപ്പെട്ടു, നമുക്ക് അതിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇതിന്റെ പറയുന്ന ഒരു കാരണവശാലും നമ്മൾ നടക്കരുത്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് നമ്മൾ എടുത്തു, നമ്മളിപ്പം പലരും ചോദിക്കാറുണ്ട് ബിഫാം പഠിച്ചാൽ പോരെ, അതാ ഡിപ്ലോമ പഠിക്കണ്ടായല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഒരു കോഴ്സിലോട്ട് വരുന്നു, ഒരുപാട് നാൾ അതിനകത്ത് വേണ്ടി കളയാൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് ജോലി വേണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ എടുത്താലും മതി. ഡിപ്ലോമ എടുത്താലും ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ബേസ് ഉള്ള ജോലി, അതേപോലെ തന്നെ നമുക്ക് ഒരു ലൈസൻസോട് കൂടി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ പറ്റുന്ന ആ ഒരു ജോലി സാധ്യത, അതല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ രീതി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആയാൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കണം. ഇപ്പൊ കിട്ടുന്ന ജോലിക്ക് കുറച്ചുകൂടെ ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണം. ഡിഗ്നിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് സാലറി കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാച്ചിലർ ഓഫ് ഫാർമസി നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടെ നമുക്ക് നമ്മുടെ താല്പര്യവും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ 2 കോഴ്സ് ചൂസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ഡോക്ടർ ലെവലിലോട്ട് ചിന്തിക്കണം. നമുക്ക് ആ ലെവൽ ജോലി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. എന്നാൽ അധികം പൈസ മുടക്കാനും ഇല്ല. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഓക്കെയാണ്, എനിക്ക് കുറച്ച് ഇയറും എടുക്കുന്നതിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്കെങ്കിൽ നമുക്ക് ഡോക്ടർ ഓഫ് ഫാർമസി തന്നെ എടുക്കാം. ഡോക്ടർ ഓഫ് ഫാർമസിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജസ്റ്റ് രോഗികളെ ചെക്ക് ചെയ്യാൻ ഒരു ഡോക്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ ആ ചെക്ക് ചെയ്തതിന്റെ റിസൾട്ട് വെച്ചിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടർ ഓഫ് ഫാർമസിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ജോലി സാധ്യത. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഒരു കോഴ്സ് ഉണ്ട്, അതേപോലെ പല മേഖലയിൽ ജോലി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ മേഖലയെ പറ്റി ഞാൻ പിന്നെ പറഞ്ഞില്ല, അതുകൂടെ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ കോഴ്സ് പഠിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ജോലി സാധ്യത എന്താ? ഹോസ്പിറ്റൽ ബേസ് ഉള്ള ജോലി സാധ്യത. അപ്പം ആ ജോലി സാധ്യത ഇവിടെ ഉണ്ടാവും. അതായത് ഒരു നല്ലൊരു ഹോസ്പിറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സുമാര് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വർക്ക് ഫോഴ്സിൽ ഒന്നാണ് ഫാർമസി ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ജോലി സാധ്യതയുണ്ട്. പിന്നെ സെക്കൻഡറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ റിലേറ്റഡ് കുറച്ച് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിനുള്ള ടെസ്റ്റ് കാര്യങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോർ നടത്താൻ പറ്റും. ഈവൻ നമുക്ക് നാട്ടിലൊരു ബിസിനസ് അങ്ങനെ റൺ ചെയ്തതിന് ശേഷം വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജോലി ആയിട്ട് ഇത് രണ്ടും കൂടെ ഒക്കെ റൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ പേഴ്സണലി എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. കാര്യം മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, അങ്ങനത്തെ ഒരു ജോലി സാധ്യതയുണ്ട്. അവിടെ ഒരുപാട് ഈ കെമിസ്റ്റ്, ഫാർമസിസ്റ്റ്, അതേപോലെ തന്നെ അത് അങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ കെമിക്കൽ റിലേറ്റഡ് പല പോസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് യൂറോപ്യൻ കൺട്രികളിൽ, ആഫ്രിക്കൻ കൺട്രികളിൽ. അവിടെയൊക്കെ പറഞ്ഞാൽ നല്ല സാലറിയാണ്. നമുക്കൊരു എംഫാം, അതായത് ഇതിന്റെ ഒരു PG ലെവൽ കോഴ്സ് കൂടെ നമ്മൾ പാസ്സായി എംഫാം കൂടെ നമുക്കുണ്ടെങ്കിൽ ആ ലെവൽ കോഴ്സ്, ആ ലെവൽ ജോലി സാധ്യതയിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. സോ അതാണ് ഇതിന്റെ ഏറ്റവും സാലറീഡ് ആയിട്ട് കിട്ടുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ, അങ്ങനെ ആ ഒരു മേഖലയിലും, അത് പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ഒക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ട്. ഒരു ലൈസൻസ്ഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മേഖലയിൽ ജോലിയിൽ കയറാൻ പറ്റും. അതിന് അതായത് ഈ ഒരു കോഴ്സ് എസ്റ്റാബ്ലിഷ് ആയെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കോഴ്സ് ഈ നാട്ടില് ഒരുപാട് പേര് എടുത്തു തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ട്. 90s ആ ഒരു കാലഘട്ടം തൊട്ട് ഇപ്പോഴും വലിയൊരു ബൂം ഇല്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 നല്ല രീതിയിൽ ഒരു നല്ല കോഴ്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സ് എന്ന രീതിയിലാണ് ഈ കോഴ്സ് അറിയപ്പെടുന്നത്. എല്ലാ തവണയും ഇതിന് ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് ചോദിച്ച് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വെറൈറ്റി ഓഫ് ജോലി സാധ്യതയെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത്. മറ്റേത് മെഡിക്കൽ കോഴ്സിനെ പോലെ ഈ കോഴ്സിനും ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോലി സാധ്യത വരുന്നത് ഔട്ട്സൈഡ് തന്നെയാണ്. നമ്മുടെ നാട്ടില് അത്യാവശ്യം ഒരു 20 to 30K വരെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയവരും അതേപോലെ ഈ മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അങ്ങനത്തെയൊക്കെ ബേസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ മറ്റെല്ലാ കോഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രയോറിറ്റി അല്ലെങ്കിൽ കൂടുതൽ ജോലിക്കുള്ള ഓപ്ഷൻസ്, നമ്പർ ഓഫ് ജോബ് കൂടുതലായിട്ട് വരുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പക്ഷേ നമുക്ക് ഈ കോഴ്സ് പ്രൊഡക്റ്റീവ് ആണ്. അതാണ് ഈ കോഴ്സിന്റെ വേറൊരു ഗുണം. അതായത് നമുക്കിപ്പോ ലൈസൻസ്ഡ് ആണ്, നമുക്കൊരു സ്ഥാപനം നടത്താനുള്ള ഒരു ഇതാണ്. അതായത് ഇപ്പൊ ഒരു കുടുംബത്തിന്റെ ഇത് വെച്ചിട്ട് നോക്കുക, അവർക്ക് വീട്ടിൽ തന്നെ നിൽക്കണം, മെഡിക്കൽ കോഴ്സ് ആണ് പഠിച്ചത്, അവർക്ക് ലൈസൻസ് ഉണ്ട്, അവർക്കൊരു മെഡിക്കൽ സ്റ്റോർ ഇടാം. പറയുന്നത് ശരിയല്ലെങ്കിലും മെഡിക്കൽ സ്റ്റോർ എത്ര ഇട്ടാണെങ്കിലും കച്ചവടം കൂടുതലായിട്ട് തന്നെ വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ ഫാമിലി പരമായിട്ടും എല്ലാവർക്കും കൂടെ വേണമെങ്കിലും തലമുറയായിട്ടും ഒക്കെ കൈമാറി അങ്ങനെ പല എക്സാമ്പിളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലോട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് ഞാൻ പറയും. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഔട്ട്സൈഡ് പോയി സെറ്റിൽ ആവണമെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ ഏത് നാട്ടിലും മരുന്ന് വേണം, ഏത് നാട്ടിലും ഈ പറഞ്ഞ ആൾക്കാർ വേണം. നേഴ്സുമാരെ പോലെ തന്നെ, നേഴ്സുമാരുടെ അത്രയും നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും അതിനോട് കിടപിടച്ച് നിൽക്കുന്ന ഒരു നല്ലൊരു ഫീൽഡ് തന്നെയാണ് ഇത്. ഇത് നമുക്ക് കേരളത്തിനകത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കീം എന്ന് പറഞ്ഞ എക്സാമോ കാര്യങ്ങളോ ഒക്കെ പാസ്സാവണം. പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിനകത്ത് ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് മേഖലയിലോട്ട് നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിലോട്ടുള്ള കോളേജസ് കാര്യങ്ങൾ, തമിഴ്നാട്, കർണാടക അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കണം. അതൊക്കെ നമ്മുടെ താല്പര്യവും നമ്മൾ ഏത് നാട്ടിൽ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങളോടൊക്കെ ബേസ് ചെയ്തിട്ട് വേണം അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ. അതായത് ഇപ്പൊ നമ്മൾ ഔട്ട്സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കിട്ടത്തക്കോണമുള്ള സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഈ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ പോയി പഠിക്കാൻ. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് അതിന്റെ ജോലി സാധ്യത, അതായത് ഫാർമസി റിലേറ്റഡ് കോഴ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. ഡിപ്ലോമ ഇൻ ഫാർമസി 2 വർഷം,
ബാച്ചിലർ ഓഫ് ഫാർമസി 4 വർഷം, ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷം. ഈ 3 കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അതിന്റെ സിലബസ് ഒഴിച്ചിട്ട്, സിലബസ് ഓർഗാനിക് കെമിസ്ട്രി ആണ്, അത് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയും റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ തരും. എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് അതിന് തന്നിരിക്കും. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ തരാം, അതല്ല എങ്കിൽ നമ്പറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ലിങ്കോ കാര്യങ്ങളോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. സോ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു കോഴ്സുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.